ഡിയർ ഫ്രണ്ട്സ്, തയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു സിസേഴ്സ്, പിന്നെ മെഷറിംഗ് ടേപ്പും ആവശ്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു മെഷറിംഗ് ടേപ്പ് വേണം, സിസേഴ്സ് വേണം, പിന്നെ നമുക്ക് ചോക്ക് വേണം വരയ്ക്കാനായിട്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു കർവ്, പിന്നെ ആം ഹോൾ കർവ് എന്നൊക്കെ പറയാം. ഈ ഒരു കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോളും അതുപോലെ നെക്കും ഒക്കെ വരച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കർവ് അത്യാവശ്യമാണ്. തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പിന്നാണ്. ഇങ്ങനെ ഉള്ള പിന്ന് നമുക്ക് അവൈലബിളാണ്. ഏതെങ്കിലും ഫാൻസി സ്റ്റോറിൽ പോയാൽ കിട്ടും. ഇതെന്തിനാന്ന് വെച്ചാൽ ചില ക്ലോത്തുകൾ നമ്മൾ തയ്ക്കുമ്പോൾ, ചില ക്ലോത്ത് എന്നല്ല, ഏത് ക്ലോത്ത് തയ്ക്കുമ്പോഴായാലും നെക്കൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് തെന്നിപ്പോവോ, ഷേപ്പ് മാറിപ്പോവോ എന്നൊക്കെ സംശയം തോന്നും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ നെക്കിൻ്റെ ഇപ്പോൾ 2 തുണി നമ്മൾ കൂട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ആ 2ഉം കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പിന്നെടുത്ത് പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ പിൻ വെച്ചിട്ട് നമ്മളതിനെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പോകില്ല. നമുക്ക് ആ ലൈൻ വരച്ചിരിക്കുന്ന ആ ലൈനിലൂടെ തയ്ച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ നെക്ക് പാറ്റേൺ മുഴുവൻ നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നിൻ്റെ സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി അത്യാവശ്യമുള്ളൊരു വേറൊരു സാധനമാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണിത്. ഫ്യൂസിങ് ടേപ്പ് എന്ന് പറയും. ഓക്കെ, ചില തുണികൾ നമ്മൾ കോട്ടണൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പിന്ന് വെച്ചിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുകളിലൂടെ തയ്ച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ളൊരു തുണി, ഓക്കെ, ഇതൊരു ഓർഗൻസ പോലത്തെ മെറ്റീരിയലാണ്. നമ്മൾ എങ്ങനെ പിടിച്ചാലും ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, ഇതിങ്ങനെ തെന്നിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനൊരു തുണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ലൈനിങ്ങും ആ തുണിയും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ, ലൈനിങ് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ തുണി തെന്നി മാറാതെ നമുക്ക് എളുപ്പത്തിൽ തുന്നിയെടുക്കാനായിട്ട് മെഷീനിൽ തുന്നിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങിനും അതുപോലെ മെയിൻ ക്ലോത്തിനും ഇടയിൽ ഈ ടേപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് തേച്ച് കഴിയുമ്പോൾ 2 തുണിയും കൂടെ അത് സ്റ്റിക്ക് ചെയ്തിരിക്കും, ഫ്യൂസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ക്ലോത്ത് ഇപ്പോൾ അവൈലബിളാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് വേണ്ടവർക്ക് അത് വാങ്ങാം. അപ്പോൾ ലൈനിങ്ങും ക്ലോത്തും കൂടെ ഒന്നിച്ച് ഈ ഒരു തുണി അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഫുൾ തേച്ചങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ലൈനിങ് ക്ലോത്ത് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കും. അല്ലാതെ നമുക്ക് നമ്മുടെ നെക്കൊക്കെ തയ്ക്കണമെങ്കിൽ എളുപ്പത്തിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ഓർഗൻസ ക്ലോത്ത് ഞാൻ ശരിക്കും പണി കിട്ടിയിരിക്കുവാണ്, പിടിച്ചിട്ട് കിട്ടുന്നില്ല. അതിന് ഞാൻ ഫ്യൂസിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇതാണ് എൻ്റെ ക്ലോത്ത്. ഞാനിത് കംപ്ലീറ്റ് പിന്ന് വെച്ച് കുത്തി വെച്ചിട്ടാണ് ഇത് വെട്ടിയിരിക്കുന്നത് പോലും. കാരണം ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നെക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് തോന്നുന്ന വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് അതിനെ ഒട്ടിച്ചെടുക്കാൻ പോവുക. ഓക്കെ, ഞാനിപ്പോൾ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഈ ഓർഗൻസ ക്ലോത്തിനെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഞാൻ ഇവിടെയൊക്കെ 1-2 സ്ഥലങ്ങളിൽ ഒട്ടിച്ചു. അതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തുണി തെന്നിപ്പോകുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്യൂസിങ് ടേപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ നീഡിൽ വെച്ചിട്ടാണത് ഉറപ്പിച്ചത്. നീഡിൽ വെച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഫ്യൂസിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാം. നമുക്ക് കൊടുക്കാനുള്ള ഡ്രസ്സുകൾ തയ്ക്കാൻ പഠിക്കാം. താങ്ക് യു.